ഹായ് ഓൾ, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഉണ്ടാകും നോക്കുക. അതുപോലെ തന്നെ അടുത്തൊരു 30 സെക്കൻഡ്സ് കൊണ്ട് ക്വസ്റ്റ്യനും നോക്കുക, സോൾവ് ചെയ്യാം. Okay, question number 1. നോക്കാം. Study the graph and answer the question that follows. The graph indicates the cost of production of a firm. അപ്പോൾ ഒരു പൈ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. A 49%, B 39.5%, C 11%, D കൊടുത്തിട്ടില്ല. അപ്പോൾ D നമുക്ക് ബാക്കി കാണാൻ വേണ്ടി കഴിയും. ബാക്കി ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഓക്കെ, A is equal to റോ മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ തന്നെ B is equal to പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്, C is equal to ഫിക്സഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ D is equal to ലേബർ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദി ടോട്ടൽ വാല്യൂ ഇൻ റുപ്പീസ് ഓഫ് ഓൾ സെക്ടേഴ്സ് ഈസ് 120 lakh. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തത് അല്ലെങ്കിൽ ആ ടോട്ടൽ പൈ ചാർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 120 lakh ആണ്. ക്ലിയർ? ഇഫ് ദി ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻക്രീസസ് ടു 2.4 lakh. അപ്പോൾ ടോട്ടൽ ലേബർ കോസ്റ്റ് എന്ത് ചെയ്യാണ്, എത്രയാണെന്ന് നമുക്കറിയില്ല. അതിൽ നിന്ന് ജസ്റ്റ് 2.4 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റ് ഇൻക്രീസ് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ്, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ലേബർ കോസ്റ്റിൽ നിന്ന് ഏകദേശം 2.4 lakh വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുമ്പുണ്ടായിരുന്ന വാല്യൂ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ടോട്ടൽ ലേബർ കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലേബർ കോസ്റ്റ് ഏതാ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഡി ആണ് ലേബർ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എത്ര പെർസെൻറ്റേജാണ്? അതും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്കറിയാം ഒരു പൈ ചാർട്ട് ടോട്ടലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജാണ്? 100% ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ് നമുക്ക് നോക്കുക. അത് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 100 മൈനസ് 49 മൈനസ് 11 മൈനസ് 39.5, അല്ലെങ്കിൽ 100 മൈനസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 49 പ്ലസ് 11 എത്രയാണ്? 60 ആണ്. 60 പ്ലസ് 39.5 ഏകദേശം 99.5 വരും. ഈക്വൽ ടു ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? 0.5%. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വെറും എത്രയേ വരുന്നുള്ളൂ? 0.5% മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡി അല്ലെങ്കിൽ ടോട്ടൽ ലേബർ കോസ്റ്റ് 0.5% ആണ്. 0.5% എന്തിൻ്റെ 0.5% ആണ്? നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 120 lakh ആണ്. ഓക്കെ, അതിൻ്റെ 0.5% ആണ്. അപ്പോൾ ടോട്ടൽ 120 lakh ആണ് എന്നുണ്ടെങ്കിൽ 1% എത്ര ആയിരിക്കും? 1%, 100%. ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ 100% ആണ്. അപ്പോൾ 1% ഈസ് ഈക്വൽ ടു 120/100 lakh. ഓക്കെ, അപ്പോൾ 2 0 നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, 12/10 എന്ന് പറയുമ്പോൾ ഏകദേശം 1.2 lakh. അതായത് 1,20,000 ആയിരിക്കും എന്ത് വരിക? 1% എന്ന് വരിക. പക്ഷെ നമുക്കിവിടെ 1% ഉണ്ടോ? അതുമില്ല, 0.5% ആണ്. അപ്പോൾ 1%ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1,20,000ൻ്റെ പകുതി എന്ന് പറയുന്നത് ഏകദേശം 60,000. ഓക്കെ, 0.5% ഈക്വൽ ടു 60,000. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 60,000ൽ നിന്നാണ് എന്തായി ഉയർന്നത്? 2.4 lakh ആയി ഉയർന്നത്. ഓക്കെ, 60,000 ടു 2.4 lakh എന്ന് പറയുമ്പോൾ ഏകദേശം 2,40,000. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക? ജസ്റ്റ് മൈനസ് ചെയ്യുക. മൈനസ് 60,000. അതിൽ നിന്ന് ഏതിൽ നിന്നാണ് ഇൻക്രീസ് ചെയ്തത്? അല്ലെങ്കിൽ ബേസ് വാല്യൂ ഏതാണ്? തീർച്ചയായിട്ടും 60,000 ആണ്. അതിൽ നിന്നാണ് ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഓക്കെ, 60
1000. പിന്നെ ഇൻക്രീസ് പെർസെൻറ്റേജ് ആണ്, ഇൻക്രീസിൻ്റെ വാല്യൂ അല്ല കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്, ഇൻക്രീസ് പെർസെൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും ഇൻറ്റു 100 കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ 2,40,000 നിന്ന് ഏകദേശം 60,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ഏകദേശം 1,80,000 വരും. ബൈ 60,000 ഇൻറ്റു 100. ഓക്കെ, 4 zeros ഞാൻ കളഞ്ഞു, ഇവിടെയും 4 zeros ഞാൻ കളഞ്ഞു. ബാക്കി 18ഉം അതുപോലെ തന്നെ 6 കൊണ്ട് 3 ആണ് വരിക. 3 × 100 ഈസ് ഈക്വൽ ടു 300%. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ് വരുന്നത്? തീർച്ചയായിട്ടും 300% ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഉള്ള വാല്യൂ അതുപോലെ തന്നെ മുമ്പുള്ള വാല്യൂവിനെ സംബന്ധിച്ച് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആൻസർ വരിക 400% ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് നിർബന്ധമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മൈനസ് ചെയ്തിട്ട് തന്നെ വേണം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ജസ്റ്റ് ഇത് ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ ചെയ്യാം. ഇവിടെ രണ്ടും ചെയ്യുമ്പോൾ 4 കിട്ടും. 4 × 100 400% ആയിരുന്നു കിട്ടേണ്ടത്. അതായത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മൈനസ് ചെയ്തിട്ട് തന്നെ ആൻസറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.